എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ CRPF വന്ന റിക്രൂട്ട്മെന്റ് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അപ്ലൈയും ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനൽ വഴി തന്നെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ പ്രീവിയസ് ഇയറിലെ കട്ട് ഓഫ് എത്രയാണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ്. ഈ വന്ന അതേ വേക്കൻസി റേഷ്യോയിലും പ്രൊപ്പോർഷനിലുമാണോ കഴിഞ്ഞ വർഷം, അതായത് 2023 വന്നത്. അതിൻ്റെ എക്സാമൊക്കെ നടന്നപ്പോൾ ഒരുപാട് ടൈം എടുത്തു. അതിൽ ഞാനും ഫിസിക്കലും എക്സാമും ഒക്കെ അറ്റൻഡ് ചെയ്ത ഒരു കാൻഡിഡേറ്റ് ആണ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കട്ട് ഓഫ് ആണ്. ഈ കട്ട് ഓഫ് നിങ്ങൾ കാണുമ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ഒരു എന്താ പറയുക, ഒരു സേഫാണ്. നമുക്കിതിൽ കയറിപ്പറ്റാൻ നല്ലൊരു എളുപ്പമുള്ളൊരു ചാൻസാണ് CRPF ട്രേഡ്സ്മാൻ. പലരും അത് യൂസ് ചെയ്യുന്നില്ല. കഴിഞ്ഞ തവണത്തെ റിക്രൂട്ട്മെൻറ്റ് പോലും വേക്കൻസി ടോട്ടലി ഫില്ലാവാതെയാണ് അവർ റിസൾട്ട് വരെ ഇട്ടേക്കുന്നത്. ഓക്കെ, അത് നമ്മൾ പോയപ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞൊരു കാര്യം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുക. ആകെ ഒരു വ്യത്യാസം കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും റിക്രൂട്ട്മെൻറ്റ് തമ്മിൽ വ്യത്യാസം എന്ന് പറയാനായിട്ടുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെഗറ്റീവ് മാർക്കിങ് കഴിഞ്ഞ തവണ ഇല്ലായിരുന്നു, ഇത്തവണ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കേരളത്തിൽ കഴിഞ്ഞ വർഷം വന്ന കട്ട് ഓഫ് ഒന്ന് നോക്കാം. ഓക്കെ, ഇതാണ് ആ ഒരു ഒഫീഷ്യൽ PDF. ഇതിനകത്ത് നമുക്ക് കേരള കണ്ടുപിടിക്കാം. ഓക്കെ, കേരള നമുക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം കേരള. ഓക്കെ, കേരളത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം കോൺസ്റ്റബിൾ ബാർബർ മെയിൽസിൻ്റെ കട്ട് ഓഫ് നിങ്ങൾ കാണുക. ജനറലിന് 100-ന് 32.750. നോക്കുക, കോൺസ്റ്റബിൾ ബാർബർ 32.750. ഇനി കോൺസ്റ്റബിൾ ബഗ്ലർ എന്ന് പറയുന്ന പോസ്റ്റിന് EWSന് 100-ന് വെറും 26.9, OBCക്ക് വെറും 26.9, SCക്കാർക്ക് വെറും 22. ഇനി നോക്കുക, ജനറലിന് വെറും 30 മാർക്ക്, 100-ന് 30 മേടിച്ച് മേളിൽ മേടിച്ചവർക്കൊക്കെ ജോലി കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ കോൺസ്റ്റബിൾ ബഗ്ലറാണ് അപ്ലൈ ചെയ്തത്, നിങ്ങൾക്ക് 31 മാർക്കുണ്ട്, നിങ്ങൾ ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലി കൺഫേം ആയിട്ട് കിട്ടും. ഇനി കോൺസ്റ്റബിൾ ബാർബർ ആണ്, നിങ്ങൾക്ക് 31 മാർക്കേ ഉള്ളൂ, പക്ഷെ കട്ട് ഓഫ് 32 പോയി, അതുകൊണ്ട് ഈ ജോലി കിട്ടിയില്ല. പക്ഷെ ഇവിടെ അപ്ലൈ ചെയ്തവന് കിട്ടുകയും ചെയ്യും. അതാണ് ആ ഒരു വ്യത്യാസം. നിങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യം അതാണ്. കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ നമ്മുടെ ജോലി. അതാണ് സംഭവം. അതിൻ്റെ കട്ട് ഓഫും ഡിപ്പെൻഡ് ചെയ്യും. ഒരുപാട് കുറച്ച് ഞെരുക്കവും തള്ളിക്കയറ്റവും വന്നൊരു പോസ്റ്റാണ് കുക്ക് ആൻഡ് വാട്ടർ കെയർ. അത് ഫീമെയിൽസിൻ്റെ കട്ട് ഓഫ് നോക്കുക. അവർക്ക് വേക്കൻസി ഉള്ള റിക്രൂട്ട്മെൻറ്റാണ്. 41 വന്നു, 100-ന് 41. കാർപ്പൻ്റർ മെയിൽസിന് വേക്കൻസി OBC 26, ജനറൽ കട്ട് ഓഫ് 34. ആലോചിച്ച് നോക്കാം. ഇനി നിങ്ങളിത് കാണുക, ഡ്രൈവർ ഏറ്റവും കൂടുതൽ വേക്കൻസി എന്ന റിക്രൂട്ട്മെൻ്റ് ആണ് ഡ്രൈവർ മെയിൽസിന്. അതിൻ്റെ OBC കട്ട് ഓഫ് വെറും 100-ന് 25. ഇനി SC വെറും 20. ഇനി ജനറൽ 100-ന് വെറും 30.3. ഒന്ന് ആലോചിച്ച് നോക്കുക എന്തുമാത്രം കുറവ് കട്ട് ഓഫ് ആണെന്ന്. SC GD പോലും ഇത്രയും കട്ട് ഓഫ് കുറഞ്ഞ് കണ്ടിട്ടില്ല. ഇനി ഗാർഡനർ മെയിൽസിന് OBC 30, ജനറൽ കട്ട് ഓഫ് വെറും 31. നിങ്ങളിത് നോക്കിയാൽ ഒരു 45-ന് മുകളിൽ ഇതിൽ പോയിട്ടേ ഇല്ല. നമ്മുടെ സ്റ്റേറ്റിൽ മധ്യപ്രദേശിലൊക്കെ നിങ്ങൾ വെറുതെ എടുത്ത് നോക്കുക 50, 70. ഒന്ന് ആലോചിച്ച് നോക്കുക, 67, 77. നമ്മുടെ കേരളത്തിൽ വെറും ഈ ഒരു കോളം നിങ്ങൾ അനലൈസ് ചെയ്തത് 30, 37, 40, 45, 30, 43, 33, 41 എല്ലാം കുറഞ്ഞു കിടക്കുന്നു. കണ്ടോ, എല്ലാം വളരെ കുറവാണ് കട്ട് ഓഫ് വന്നേക്കുന്നത്. ഇനി സഫായി കർമ്മചാരി ഒരുപാട് തള്ളിക്കയറ്റം വന്ന പോസ്റ്റാണ്. അതിൽ OBC 37, SC 24, ജനറൽ കട്ട് ഓഫ് 43. അതാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും ഒന്ന് കൂടി നിൽക്കുന്നു, 100-ന് 41. നിങ്ങൾ ഈ കട്ട് ഓഫ് കണ്ടെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക. നല്ലോണം ഒന്ന് ആഞ്ഞു പിടിച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന ജോലിയാണ്. നല്ല രീതിക്ക് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ കട്ട് ഓഫ് അനലൈസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.